ഈശോമിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തികളെ, നോമ്പുകാലത്തിലെ 3-ാം ഞായറാഴ്ചയിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് സഭാമാതാവ് നമ്മൾക്ക് വിചിന്തനത്തിനായിട്ട് നൽകുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 8 വരെയും 16 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തെ സൂചിപ്പിക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ചാണ് വചനം ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക. ദാനധർമ്മം, പ്രാർത്ഥന, ഉപവാസം. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇപ്രകാരം ആയിരിക്കരുതെന്ന് ഈശ്വനാഥൻ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോഴും പലപ്പോഴും നമ്മൾ കൊട്ടിഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യരെല്ലാവരും. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ ഒന്നുകൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഇംപ്രഷൻ അവർക്ക് നമ്മളെക്കുറിച്ച് കിട്ടുമെന്ന് വിചാരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാലും കർത്താവ് ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്, അപ്രകാരമാകരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കതകടച്ച് രഹസ്യത്തോടു കൂടി പ്രാർത്ഥിക്കണം. ദാനധർമ്മം നടത്തുമ്പോൾ അത് കൊട്ടിഘോഷിക്കരുത്. അത് ദൈവം അറിയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഞാൻ ഉപവസിക്കുകയാണ്, ഞാൻ ഇപ്രകാരമാണ് ജീവിക്കുന്നതെന്ന് പറയരുത്. ദൈവത്തിനറിയാം. ഒന്നാമതായിട്ട് ഈ വചനഭാഗം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, രഹസ്യങ്ങൾ അറിയുന്ന കർത്താവ് അല്ലെങ്കിൽ രഹസ്യങ്ങൾ അറിയുന്ന ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. രഹസ്യങ്ങൾ അറിയുന്ന ദൈവത്തെ ധ്യാനിക്കാൻ ഇന്നേ ദിവസം നമുക്ക് സാധിക്കണം. എൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളം അറിയുന്ന തമ്പുരാനാണ് എന്നോടൊപ്പം ഉള്ളത് എന്ന് മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വിഷമങ്ങളും നമ്മുടെ അസ്വസ്ഥതകളും ദുഃഖങ്ങളും വേദനകളും എല്ലാം ദൈവത്തിനറിയാം. ആ രഹസ്യങ്ങൾ അറിയുന്ന ദൈവത്തെ മനസ്സിലാക്കാൻ ഇന്നേ ദിവസം നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തും, എൻ്റെ ഫോക്കസ് പോയിന്റ് ഈ നോമ്പുകാലത്തിൽ ഞാനാകരുത്, അത് ദൈവമാകണം. പലപ്പോഴും നമ്മൾ മൊബൈലിൽ ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാമറയിൽ വീഡിയോ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോക്കസ് പോയിന്റ് പലപ്പോഴും മാറാൻ സാധ്യത ഉണ്ടാകാറുണ്ട്. അപ്രകാരം ഈ നോമ്പുകാലത്തിൽ നമ്മുടെ ഫോക്കസ് പോയിന്റുകൾ മാറാതെ നമ്മൾ ശ്രദ്ധിക്കണം. ദൈവമാണ് നമ്മുടെ ഫോക്കസ് പോയിന്റ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിലേക്കാണ് എത്തിപ്പെടേണ്ടത്. പലപ്പോഴും അത് എന്നിലേക്ക് ചുരുങ്ങുമ്പോൾ ഈ നോമ്പുകാലത്തിൻ്റെ നന്മ നമുക്ക് ലഭിക്കാതെ പോകാറുണ്ട്. അപ്രകാരം ഫോക്കസ് പോയിന്റ് ഈ നോമ്പുകാലഘട്ടത്തിൽ ഒന്ന് കൃത്യമാക്കാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിലേക്ക് ആ ഫോക്കസ് പോയിന്റ് എത്തിച്ചേരണം. 2 കൊച്ചു ചിന്തകൾ. ഒന്ന്, രഹസ്യങ്ങൾ അറിയുന്ന ദൈവത്തെ കൂടുതൽ ധ്യാനിക്കണം. എൻ്റെ ഉള്ളമറിയുന്ന ഒരു തമ്പുരാൻ, സ്നേഹിക്കുന്ന തമ്പുരാൻ എനിക്കുണ്ടെന്നുള്ള വലിയ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. മറ്റുള്ളവരെക്കാൾ ഉപരിയായിട്ട് ദൈവത്തിലേക്കൊരു ഫോക്കസ് പോയിന്റ് എത്തിപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇന്ന് നമ്മൾ ആഗോള കത്തോലിക്ക സഭയിലെ സിസ്റ്റർ റാണി മരിയ സിസ്റ്ററിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധിയോടും പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാധ്യസ്ഥം നിന്നുകൊണ്ട് ഈ നോമ്പുകാലം സഹനത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ സഹനത്തിൽ ദൈവത്തെ കൂട്ടുപിടിക്കാൻ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ മാധ്യസ്ഥവും നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഇന്ന് വചനത്തിൽ നീ ഞങ്ങളോട് പറഞ്ഞു തന്നത്, രഹസ്യങ്ങൾ അറിയുന്ന തമ്പുരാനെ നീ കൂട്ടുപിടിക്കണം. രഹസ്യങ്ങൾ അറിയുന്ന തമ്പുരാൻ, എന്നും നിൻ്റെ ഉള്ളമറിയുന്ന തമ്പുരാൻ, നിൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്ന തമ്പുരാൻ, ആരോടും പങ്കുവയ്ക്കാൻ പറ്റാതെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന നൊമ്പരങ്ങളെല്ലാം അറിയുന്ന ഒരു തമ്പുരാൻ എനിക്കുണ്ടെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ എത്തി നിൽക്കണം. 2, നമ്മൾ ഓരോരുത്തരുടെയും ഫോക്കസ് പോയിന്റ് എന്നിൽ നിന്ന് ദൈവത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അമ്മയുടെ മാധ്യസ്ഥം ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒരു പരിവർത്തനത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ മേലും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.